ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ പ്രഖ്യാപനം ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്ന് സൂചനാ. ചർച്ചയിൽ പുരോഗതിയെന്ന് ഹമാസ്. 3 ഘട്ടങ്ങളുള്ള കരാറിൽ ഇസ്രായേലും ഹമാസും ഒപ്പുവച്ചേക്കുമെന്നാണ് സൂചന. ബന്ദികളെ മോചിപ്പിക്കുന്ന കരാറാണ് ആദ്യത്തേത്. ഇതിന്റെ ഭാഗമായി 33 ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും. 50 പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും. ഘട്ടം ഘട്ടമായ സൈനിക പിന്മാറ്റം, സമ്പൂർണ്ണ വെടിനിർത്തൽ എന്നിവയാണ് മറ്റു 2 ഘട്ടങ്ങൾ. വെടിനിർത്തൽ ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്ന് ഹമാസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ചർച്ചയിൽ പുരോഗതിയുണ്ടെന്ന് മധ്യസ്ഥത വഹിക്കുന്ന ഖത്തറും വ്യക്തമാക്കി. വിവരങ്ങൾ വ്യക്തമാക്കാൻ ഖത്തർ വിദേശകാര്യമന്ത്രി വാർത്താസമ്മേളനം നടത്തും. ട്രംപ് അധികാരമേൽക്കുന്ന ഈ മാസം 20-ന് മുൻപായി വെടിനിർത്തൽ പ്രഖ്യാപനം സാധ്യമാക്കുകയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള മധ്യസ്ഥ സംഘത്തിന്റെ ലക്ഷ്യം. 2023 ഒക്ടോബർ 7-ന് ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തിനിടെ ബന്ദികളാക്കിയ 250-ലധികം പേരിൽ 98 പേർ ഇപ്പോഴും ഹമാസിന്റെ തടവിലാണ്. 15 മാസത്തെ യുദ്ധത്തിനിടെ ഹ്രസ്വമായ വെടിനിർത്തൽ മാത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ 46,500 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 1 ലക്ഷത്തിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക് 24.